ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം. ഈ അനുഗ്രഹീത ദിവസത്തിന്റെ നന്മകൾ ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആരാധനാക്രമ മത്സരത്തിൽ ഇന്ന് ഏലിയാസ് സ്ലീവ മൂശക്കാലങ്ങളുടെ 7ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കാനുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം 23 മുതൽ 34 വരെ വാക്യങ്ങളാണ്. അതിശയകരങ്ങളായ 2 അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആദ്യത്തേത്, കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. രണ്ടാമതൊന്ന്, പിശാച് ബാധിതരായ ആളുകളെ സുഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ശക്തി മറ്റേതൊരു ശക്തിയെയും അതിജീവിക്കും എന്ന് കാണിച്ചു തരികയാണ്. കടലിന്റെ ഇളകുന്ന ശക്തിക്ക് മുകളിൽ ദൈവശക്തി വിജയം നേടുന്നു. തിന്മയുടെ പിശാച് ആവേശിച്ചിരുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ച ഈശോ പിശാചിന്റെ മുകളിലുള്ള ശക്തി കാണിച്ചു തരുന്നു. യഹൂദ ചിന്തയനുസരിച്ച് കടൽ പിശാചിന്റെ ശക്തിയുടെ ഇടമാണ്. അതാണ് ഉഗ്രമായ കടലിളക്കത്തിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നത്. അത് തിന്മ അതിനുള്ളിൽ നിന്ന് കടലിളക്കുന്നതാണ്. അതുകൊണ്ടാണ് കടലിലേക്ക് വീണു പോകുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഭയചകിതരായി ഭയന്ന് നിലവിളിച്ചത്. പിശാച് അവരുടെ ജീവിതത്തെ പല രീതിയിൽ കീഴടക്കുന്നു. അതിനിൽ നിന്നും രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹമാണ് പിശാച് ബാധിതരായ ആളുകളെ സുഖപ്പെടുത്തുന്നത് വഴി ഈശോ കാണിച്ചു കൊടുക്കുന്നത്. 2 തിന്മകളുടെ ശക്തികളെയും ഈശോ കീഴടക്കുന്നതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്നത്. ഈ 2 സംഭവങ്ങളുടെയും അവസാന വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. 8ാം അധ്യായം 27ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. എല്ലാം കണ്ടും കേട്ടും കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഈശോ ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ദൈവപുത്രനാണ്, ദൈവമാണ്, എന്തിനും മുകളിൽ ശക്തിയുള്ള ആളാണെന്ന് അവർ ഈശോയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഈശോയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈശോ ആരാണെന്ന് അവർ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. നമുക്കിന്ന് ധ്യാന വിഷയം ഇതാണ്: നമ്മൾ ഈശോയെ നന്നായി അറിയുന്നുണ്ടോ? നന്നായി മനസ്സിലാക്കുന്നുണ്ടോ? ആ മനസ്സിലാക്കൽ, അറിവ് നന്നായി ഉണ്ടെങ്കിലേ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാറ്റിനും മുകളിലുള്ള ശക്തിയാണ് ഈശോയുടെ ശക്തി എന്ന്, ദൈവത്തിന്റെ ശക്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ തന്നെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൂടുതലായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, അതിനെ പേടിച്ച് നടക്കുക, അതുകൊണ്ട് തങ്ങൾക്ക് ആപത്തുണ്ടാകുമെന്ന് കരുതുക, ഏത് പുറമേയുള്ള മറ്റ് തിന്മയുടെ ശക്തികളെക്കാളും അതിനെല്ലാം അതിലംഘിക്കുന്ന, വിജയിക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ചിലര് സമയത്തെക്കുറിച്ച് പേടിക്കുന്നു. നല്ല സമയം, മോശം സമയം, എല്ലാ സമയവും ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് മോശമായ ഒരു സമയമെന്ന് ഒന്നില്ല. ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുവദിക്കും. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് സമയം മോശമായതുകൊണ്ടല്ല, മറിച്ചത് ദൈവത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇത്തരമുള്ള ആഭിചാരങ്ങളിലും കൂടോത്രങ്ങളിലും മന്ത്രവാദങ്ങളിലും ഒക്കെയാണോ കൂടുതൽ വിശ്വാസം? അതെയോ അതിനെല്ലാം മുകളിലുള്ള നമ്മുടെ ഈശോയിൽ, ദൈവത്തിൽ, കർത്താവിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഈശോ തിരുവചനം പറയുന്നല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. പുറമേയുള്ള ഏത് തിന്മയുടെ, അന്ധകാരത്തിന്റെ, പൈശാചികതയുടെ ശക്തികളെക്കാളും വലുതാണ് ഉള്ളിലുള്ള, നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഈശോയുടെ ശക്തി എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. 2ാമത്തെ അത്ഭുതം, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നതിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ്. 8ാം അധ്യായം 34ാം വാക്യം: അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. കാരണം ഒത്തിരിയേറെ പന്നികൾ കിഴക്കാന്തൂക്കായ പാതയിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ വീണ് മുങ്ങിച്ചെത്തു. അവർക്ക് ആ പന്നികളെ അതുവഴി കിട്ടിയിരുന്ന ലാഭത്തെ നഷ്ടമായി. അതുകൊണ്ട് അവര് ദൈവികമായ ഒരു നന്മ വേണ്ട എന്ന് വെക്കുകയാണ്. അവർക്ക് പിശാച് ബാധിതരായ 2 ആളുകൾ സുഖപ്പെട്ടതിനെ കുറിച്ചല്ല, അവർക്ക് വന്ന ഭീമമായ ഭൗതിക നഷ്ടത്തെക്കുറിച്ചാണ് അവർക്ക് വേവലാതി.
ഭൗതികമായ നഷ്ടങ്ങൾക്കാണോ ആത്മീയമായ നേട്ടങ്ങൾക്കാണോ നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈശോ ഒരിക്കലും ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ ഒരു വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈശോയുടെ അടുത്തേക്ക് തളർവാദ രോഗിയെ എത്തിക്കാൻ വയ്യാതിരുന്നപ്പോൾ ആളുകൾ അവനെ വഹിച്ചുകൊണ്ട് വന്നവർ ഈശോ ഇരുന്ന വീടിന്റെ മുകളിൽ കയറി ഈശോ ഇരുന്ന സ്ഥലത്തിന്റെ നേരെ മുകളിലുള്ള മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി ഈശോയുടെ മുമ്പിലേക്ക് ആ ദ്വാരത്തിലൂടെ താഴേക്ക് ഇറക്കി ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ആ വീട്ടുകാരനൊരു നഷ്ടം വന്നു. അയാളുടെ വീടിന്റെ മേൽക്കൂര പോയി. പക്ഷെ അയാൾ അതൊരു നഷ്ടമായിട്ട് കാണുന്നില്ല. അയാളത് കണ്ടത് ഒരു തളർവാദ രോഗി സുഖപ്പെടാനുള്ള ഈശോയുടെ അത്ഭുതകരമായ ഒരു സൗഖ്യം നടന്നല്ലോ, ആത്മീയമായ ഒരു അനുഗ്രഹം കിട്ടിയല്ലോ. അവന്റെ വീടിന് സംഭവിച്ച ഒരു നഷ്ടത്തെക്കുറിച്ച് ആയിരിക്കില്ല അവൻ ചിന്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ആത്മീയ കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൗതിക കാര്യങ്ങളുടെ നഷ്ടത്തെ സാരമായി കാണുന്നുണ്ടോ? ചിലപ്പോൾ സമയം, നമ്മുടെ പണം, ദൈവത്തിന് കൊടുക്കുന്നതിന് കണക്ക് പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഇന്നത് പള്ളിക്ക് കൊടുത്തതാണ്, അല്ലെങ്കിൽ അച്ഛന് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇന്നത് ദാനം ചെയ്തതാണ്. ദൈവത്തിന് കൊടുത്തതിന് വീണ്ടും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവമാണിതെല്ലാം തന്നത് എന്ന് നമ്മൾ മറന്നുപോകും. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഓർത്തിരുന്ന കണക്ക് പറഞ്ഞ് അതിനെ വലിയ നഷ്ടമായി കരുതുന്ന ചിന്താഗതിയാണ് നമുക്കുള്ളതെങ്കിൽ അത് മാറ്റണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഭൗതികമായ ചില നഷ്ടങ്ങളെക്കുറിച്ചല്ല, ആത്മീയമായ നേട്ടങ്ങൾ അതുവഴി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായി സന്തോഷിക്കേണ്ടതും അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. നമുക്ക് ഈ രണ്ട് ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കാം. ഒന്ന്, ഈശോയെ എല്ലാ ശക്തികളുടെയും മുകളിൽ നമുക്ക് അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനും പറ്റുന്നുണ്ടോ? അതിന് ഈശോ ആരാണെന്ന് നന്നായി അറിയണം. രണ്ട്, ഭൗതികമായ നഷ്ടങ്ങളെ ഞാൻ ആത്മീയ ലാഭങ്ങളെക്കാൾ വലുതായി കാണുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് തിരുത്തി, ഭൗതിക നഷ്ടങ്ങൾ സാരമില്ല, കാരണം ആ ലാഭവും അതുമായി ബന്ധപ്പെട്ടതുമെല്ലാം ദൈവം തന്നതാണ് എന്ന് ഓർമ്മിക്കാം. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി മുടക്കുന്ന പണമോ സമയമോ ആരോഗ്യമോ എന്തു തന്നെ ആയാലും അതിനെ സന്തോഷത്തോടെ ചെയ്യാനും കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈ ദിവസം അനുഗ്രഹപൂർണ്ണമാകട്ടെ. ആമേൻ.